ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നല്ല മഴയുള്ളൊരു ദിവസമാണ്. നമ്മുടെ മിന്നുക്കുട്ടിയുടെ വീട്ടിൽ പോയി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇട്ടത്. ഇതെൻ്റെ അമ്മയുടെ വീടാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും മിന്നുക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളൊരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. രാവിലെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി വിളിച്ചു. ഓട്ടോയ്ക്കാണ് കേട്ടോ പോകുന്നത്. 2 ഓട്ടോയ്ക്കാണ്. 2 ഓട്ടോയിൽ കൊള്ളുന്ന ആൾക്കാരല്ല, എന്നാലും ഞങ്ങൾ 2 ഓട്ടോയിൽ കൊള്ളിച്ച് ഞങ്ങൾ പോയി. ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ആനക്കയം ഭാഗത്തേക്കാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, എന്നാലും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടി വിളിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ട്രിപ്പിന് വന്ന ആൾക്കാർ ദാ ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ പുഴയുടെ അരികിലാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ തന്നെ വെച്ച് എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ തുടങ്ങി. നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ ഒന്ന് കാണുന്നുള്ളൂ. എത്ര അടുത്താണെന്ന് പറഞ്ഞാലും നമ്മളെപ്പോഴും ആ ഭാഗത്തേക്ക് അങ്ങനെ പോകാറില്ലല്ലോ. അപ്പം ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഒരു ഏരിയ എന്ന് പറയുമ്പം. സിനിമ ഒക്കെ ഒത്തിരി പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. ആട്, മറ്റേ ദൃശ്യം, അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ, പാപ്പിയപ്പച്ച ഒക്കെ, അങ്ങനെയുള്ള കുറേ സിനിമകളൊക്കെ ചെയ്ത സ്ഥലം. ഈ പാലമൊക്കെ ഒരുപാട് സിനിമകളിൽ വന്നു പോയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ആ പാലത്തിൽ കൂടെ നടന്ന് ഞങ്ങൾ ഇക്കരയ്ക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ രാവിലെ പ്ലാനിങ് ഞങ്ങൾ മാറ്റിയതാണ്. മഴ കാരണം ഓരോ സ്ഥലവും ഞങ്ങൾ മാറ്റി എടുത്തതാണ്. ഇലവിഴ പൂഞ്ചിറ ഒക്കെ പോകാൻ വേണ്ടി ഇരുന്നിട്ട് മാറ്റിയതാണ്. ഇപ്പം നമ്മുടെ കൊടയത്തൂർ മലയാണ് ഇപ്പം അവിടെ കണ്ടത്. അപ്പോൾ ആ മലയുടെ മുകളിൽ ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. രാവിലെ തന്നെ അവിടെ മഞ്ഞിറങ്ങും. അപ്പം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഇതും കൂടെ അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഈ മറച്ച് കെട്ടിയിരിക്കുന്ന സ്ഥലങ്ങൾ മുഴുവനും വേറൊരു സിനിമയുടെ ലൊക്കേഷനായിട്ട് അവരെടുത്തേക്കാണ്. അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റ് വർക്കൊക്കെ നടത്തുന്ന ഒരു സ്ഥലം കൂടെയാണ് ഇത്. വൈനക്കാവ് അമ്പലമാണ്, കൊടയത്തൂർ വൈനക്കാവ് അമ്പലം. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. പക്ഷേ ഒരുപാട് നാളായി ഞങ്ങളിവിടെ പോകണം എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഉള്ളിലൊന്നും കയറണില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് പുറത്ത് നിന്ന് കണ്ടു. ഇതാണ് വൈനക്കാവ് അമ്പലം. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ചൊരു ഏരിയ, ഞങ്ങൾക്ക് വളരെ കുറച്ചൊരു സ്ഥലം മാത്രമേ ഞങ്ങൾക്ക് റീൽസ് എടുക്കാനും ഫോട്ടോ ഒക്കെ എടുക്കാനും കിട്ടിയുള്ളൂ. ഇത് മിനി ആൻറ്റിയുടെ മോളും, ഹൈദരാബാദിൽ നിന്ന് വന്ന മിനി ആൻറ്റിയുടെ മോൾ, അവൾ നേഴ്സിങ്ങിന് പഠിക്കുന്നതാണ്, BSc. പിന്നെ ഇത് മിന്നിക്കുട്ടിയുടെ ആങ്ങളെയാണ് കേട്ടോ. ഞങ്ങൾ ചാക്കൊച്ചിന്നാണ് കേട്ടോ വിളിക്കുക. അപ്പോൾ അവർ കുറച്ച് റീലൊക്കെ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ 2 പേരും കിളി പോയ അവസ്ഥയിലാണ്. അപ്പം ഇത് കണ്ടോ, നല്ല മൂടി കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇപ്പം ഞാനും സയണക്കുട്ടിയും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ സയണക്കുട്ടിക്ക് സൈനോരയ്ക്കും ഒക്കെ ചെറിയൊരു ജലദോഷവും ചെറിയൊരു പനിക്കോളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അത്ര ഹാപ്പി അല്ല എന്നുള്ളതാണ് എപ്പോഴും ഓരോന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കൊടയത്തൂർ പാലമാണ് കേട്ടോ. അപ്പോൾ കൊടയത്തൂർ പാലത്തിൽ കൂടെ കയറി ഞങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വെല്ലുമിച്ചയുണ്ട്, സിനിയാൻറ്റിയുടെ മക്കളുണ്ട്, പിള്ളേർ സെറ്റ് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് ഇങ്ങനെ പോരുവാണ്. ഞങ്ങൾ ഓട്ടോ ഇറങ്ങി അവിടെ മുതൽ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ കൊടയത്തൂർ പാലത്തിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങളിപ്പം വന്നേക്കുന്നത് കൊടയത്തൂർ സിറ്റിയിൽ ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഉച്ചയായപ്പോൾ പോകുന്നതാണ്. ഇപ്പോൾ വൈകുന്നേരം ഏതാണ്ട് 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന സ്ഥലം ഇപ്പോൾ ഈ കാണിക്കുന്നത് കൊടയത്തൂർ മലയാണ് കേട്ടോ. അത്ര അടുത്ത് കാണാവേ. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ വലിയങ്കളുടെ വീട്ടിലാണ്. ബേബി അങ്കളുടെ വീട്ടിലുള്ള ബേബി അങ്കളുടെ മൂത്ത മോൻ താമസിക്കുന്ന വീട് പ്രിൻസിൻ്റെ വീട്ടിലാണ് ഇപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത്. അവർ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ഇപ്പം ഇത് താഴെ ഹൗസ് ഓണറൊക്കെയാണ് താമസിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കാണുന്ന ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്നതാണ് അപ്പോൾ അവർ താമസിക്കുന്ന വീട്. അപ്പോൾ അങ്ങനെ ഞാനും മിനി ആൻറ്റിയൊക്കെ കൂടി നടന്ന് വയ്യ കയറി വരണുള്ളൂ. ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പേര് വണ്ടിക്ക് വന്ന്, പ്രിൻസ് വന്ന് കാറിന് വന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കയറാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു. ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ജോലിക്കാരാണ്, 2 പേരും ജോലിക്ക് പോകുന്നവരാണ്. ഇതാണ് പ്രിൻസിൻ്റെ വൈഫാണ് ഇപ്പോൾ കിച്ചണിൽ നിന്നത്. അവൾ ജോലി കഴിഞ്ഞ് വന്ന പാടെയുണ്ട്. എല്ലാത്തിനും ഒന്ന് വീഡിയോ എടുക്കാനോ ഒന്നും അവർക്കൊന്നും നിൽക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ വന്നത് ഞങ്ങൾ ചായ കിട്ടുന്ന ഞങ്ങൾ പ്ലാനിങ്ങോട് കൂടിയൊക്കെയാണ് അവരും വന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. ഒന്നാമത് മഴയായിപ്പോയി, പിന്നെ സമയം വൈകി, ഇപ്പം തന്നെ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ തൽക്കാലം ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും കൂടി ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്.
കരിങ്കുന്നത്തുനിന്ന് മേരി ആൻറ്റി തോമസങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി എല്ലാവരും ഒളിച്ച് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണതാണ് കേട്ടോ. അപ്പോൾ സയനക്കുട്ടി അവശതയായി, അവൾ ഒരു വശത്ത് കിടന്നു. അവൾക്ക് നന്നായിട്ട് പനിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും കൂടെ ഒരു കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങി കളിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല അത് കാരണം. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇതേ വീട്ടിലേക്ക് പോരാൻ തുടങ്ങുകയാണ്. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. അവൻ ഞങ്ങൾ കാറിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.